ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂചി റൊട്ടിയാണ്. റവ വെച്ചിട്ട് നല്ലൊരു മസാല റൊട്ടി. അപ്പോൾ അതിന് നമുക്ക് 2 കപ്പ് റവ എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് ചിറോട്ടി റവ എന്ന് പറഞ്ഞ് കിട്ടും. ആ റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വളരെ പൊടിയായിട്ടുള്ള റവയാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ റവയാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ചേർത്താൽ മതിയാകും. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 കപ്പ് തൈര് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. 2 കപ്പ് റവയ്ക്ക് ആദ്യം 1 കപ്പ് ചേർത്തിട്ട് വീണ്ടും കുറച്ചും കൂടെ തൈര് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ ഒരു 1/2 കപ്പും കൂടെ തൈര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തമായിട്ട് നമുക്ക് 1.5 കപ്പ് തൈര് 2 കപ്പ് റവയ്ക്ക് ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക. അപ്പോൾ ഈ റൊട്ടി നല്ല രുചിയുള്ളൊരു റൊട്ടിയാണ്. ഇപ്പോൾ നമ്മുടെ ഇത് നമുക്ക് വറുക്കാത്ത റവയാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പം നല്ലപോലെ ഒന്ന് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കതിലേക്ക് നല്ല വലിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അത് ചേർക്കാം. കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇഞ്ചി ചെറുതായി മുറിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് ഒരു സവാളയും, പിന്നെ വെളുത്ത എള്ള് 1 ടേബിൾ സ്പൂണും, 1 നുള്ളു കായപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ തൈര് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളമൊന്നും തന്നെ ചേർത്തിട്ടില്ല. തൈരിൻ്റെ നനവിലും പിന്നെ ഈ സവാളയുടെയും ക്യാരറ്റിൻ്റെയും ഒക്കെ നനവിൽ നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നല്ല ശരിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നല്ല വൃത്തിയുള്ള ഒരു തുണിയിൽ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് പരത്തി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ വാഴയിലയിലോ ഏതിൽ വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ഇത് പരത്തി എടുക്കാവുന്നതാണ്. വാഴയില ഉണ്ടെങ്കിൽ നല്ല രുചിയായിരിക്കും. അതിൻ്റെ ആ ഇലയുടെ ടേസ്റ്റും കൂടെ നല്ലപോലെ അതിലേക്ക് വരും. അപ്പോൾ ഞാനിവിടെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നല്ലപോലെ ഇത് കൈ വെച്ച് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നല്ല ചൂടായ ദോശക്കല്ലിലേക്ക് കുറച്ച് എണ്ണ ചേർത്തതിന് ശേഷം നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 സെക്കൻഡിന് ശേഷം നമുക്ക് പതുക്കെ ആ തുണി ഒന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി നനച്ചിട്ടും വേണമെങ്കിൽ അതിലേക്ക് ഇത് തട്ടി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും നല്ലപോലെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല സ്വാദുള്ള സൂചി റൊട്ടി റെഡിയാകും. അപ്പോൾ ഇത് നമുക്ക് തേങ്ങാ ചമ്മന്തിയുടെ കൂടെയോ അല്ലെങ്കിൽ തേങ്ങാ ചട്നി നോർമലായിട്ട് അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നി ഏതിൻ്റെ കൂടെയെങ്കിലും വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തണം. ഇപ്പോൾ നമ്മുടെ 2 സൈഡും നല്ലപോലെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് നല്ല ചൂടോടുകൂടി ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ മാവൊന്നും അരയ്ക്കാതെ തന്നെ നല്ല ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു നല്ലൊരു റൊട്ടി റെഡിയായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.